ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്ങിൻ്റെ പല കോൺവെർസേഷനിൽ നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉള്ള ഒരു വാക്കാണ് ഇലക്ട്രോലൈറ്റ്സ്. പക്ഷേ എന്താണ് ഇലക്ട്രോലൈറ്റ്, ആർക്കൊക്കെയാണ് ഇലക്ട്രോലൈറ്റ് വേണ്ടത്? ബോഡിയിൽ തന്നെ ബ്ലഡിലും ബോഡിലി ഫ്ലൂയിഡ്സിലും ഉണ്ടാകുന്ന ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള കുറച്ച് മിനറൽസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് ബേസിക്കലി പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള സോഡിയം, ക്ലോറൈഡ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഇങ്ങനത്തെ കുറച്ച് കീ എലമെൻസിനെ നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയാം. ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് പോലെ വളരെ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ പറയുന്ന മിനറൽസ് സ്വെറ്റ് വഴി ലോസ് ആവും. അതായത് നമ്മൾ ഇത്ര ഇൻറ്റൻസ് എഫേർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് വേർക്കുന്നതിൻ്റെ കൂടെ വാട്ടർ ലോസിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള എസെൻഷ്യൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലോസും ഉണ്ടാവും. അതാണ് നിങ്ങളിപ്പോൾ അത്യാവശ്യം വേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓടിയ ഒരു ഹെഡ് ബാൻഡാണ് ഈ കാണുന്ന. നിങ്ങൾക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ബ്ലാക്ക് ടീഷർട്ടൊക്കെ ഇട്ട് നമ്മൾ അത്യാവശ്യം നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വേർത്ത് കഴിയുന്ന ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെള്ള സോൾട്ട് ഇരിക്കുന്ന കാണാൻ പറ്റും. ഇത് ബേസിക്കലി നമ്മുടെ ബോഡിയിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സ് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് ടീഷർട്ട്സിലൊക്കെ. ഇപ്പോൾ 90 മിനിറ്റ് പ്ലസ് ഒക്കെ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് വാട്ടറിൻ്റെ കൂടെ ഇതേപോലത്തെ ഇലക്ട്രോലൈറ്റ്സും ലോസ് ഉണ്ടാകും. അപ്പോൾ അത് റിപ്ലനിഷ് ചെയ്യാനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് സപ്ലിമെൻറ്റേഷൻ യൂഷ്വലി ചെയ്യാറുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായി പറയാൻ ഞാൻ ന്യൂട്രീഷനിസ്റ്റ് ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് ഒരു ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കിട്ടിയ കുറച്ച് ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രോലൈറ്റ്സ് ലോ ആകുമ്പോൾ ടിപ്പിക്കലി നമുക്കുണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റാണ് മസിൽ ക്രാമ്പിങ്. അപ്പം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളവും ഇലക്ട്രോലൈറ്റ്സും ഒക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മസിൽസ് ക്രാമ്പായി കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാവും. സോ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് പല റണ്ണിങ് ഇവൻറ്റിലും അവർ വെള്ളവും ഇലക്ട്രോലൈറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഓടുന്ന എല്ലാവരും ഇലക്ട്രോലൈറ്റ് എടുക്കണോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90 മിനിറ്റ് പ്ലസ് ഒക്കെ ഓടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇലക്ട്രോലൈറ്റ് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെയാണ് ഓടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ഫ്ലൂയിഡ് ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ അത്രയ്ക്ക് ലോങ് ആയിട്ട് ഓടുന്നവരാണെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് 90 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 hour 30 കൂടുതലൊക്കെ ഓടുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് റൺസിൽ ഇപ്പോൾ ലോങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇലക്ട്രോലൈറ്റ്സ് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 10 കിലോമീറ്റർ പ്ലസ് ഒക്കെ ഓടുന്നുണ്ടെങ്കിലും ഇലക്ട്രോലൈറ്റ്സ് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ബ്രാൻഡിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതൊക്കെ മിസ്സാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, വീഡിയോ നിങ്ങളുടെ റണ്ണിങ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.